ലെറ്റ്സ് വെൽക്കം നസീർക്ക, ടിനിച്ചേട്ടാ ആൻഡ് ബിജുക്കുട്ടൻ ചേട്ടാ. നമസ്കാരം. നമസ്കാരം. നമുക്ക് ഉഷാറായിട്ട് അങ്ങോട്ട് കയറാം അല്ലേ? ഓക്കെ. ആദ്യത്തെ സ്കിറ്റ് അങ്ങോട്ട് ആവാം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം ടീം ട്രിപ്ലസ് എന്നൊരു ചെറിയ ചേഞ്ച് വന്നൊരു ടീം SMS ആണ് റെഡി ആയിട്ട് ഒരു പുതിയ കോമ്പിനേഷൻ. ശെൽവൻ ഉണ്ട്, മനു കുമ്പാരി ഉണ്ട്, സൂര്യശ്രീ ഉണ്ട്. ഒരു നല്ല ഗൈഡി ആവാം. ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുക. നിങ്ങൾ റെഡി ആവുന്നുണ്ടോ? ഞാൻ വരുന്നില്ല. നിങ്ങൾ എന്റെ കൂടെ വാന്ന്. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ ഷീബേ? അതെങ്ങനെ ശരിയാവാൻ? നമ്മൾ ഒരുമിച്ചല്ലേ പോവണ്ടേ? ഞാൻ വരുന്നില്ല, അത്രേ ഉള്ളൂ. എന്തൊരു കഷ്ടമാന്ന് പറയും. എന്നെ വിളിച്ചു പറഞ്ഞ കാര്യമാണ് നമ്മൾ ഒരുമിച്ച് ചെല്ലാൻ പറഞ്ഞോണ്ട്. നിന്റെ ബന്ധുക്കാരില്ല, നീ അങ്ങ് പോയാൽ മതി. ഞാനൊരു വൃത്തികെട്ട സ്വഭാവം കണ്ടോ? എന്ത് വൃത്തികെട്ട സ്വഭാവം അല്ലേ കാണിച്ചത്? ഞാൻ വരുന്നില്ല. എടാ, ഈ മട്ടും ഭാവം കണ്ടു കഴിഞ്ഞാലേ എന്റെ കുടുംബത്തെ ഏതോ ഒരു കല്യാണം നടന്നിട്ട് ഉണ്ണാൻ വിളിക്കാത്ത പോലത്തെ ഒരു ഭാവമാ. എന്റെ പുപ്പമ്മാവൻ മരിച്ചിട്ട് മരണം അറിയിച്ചില്ലെന്ന് പറഞ്ഞിട്ട് പിണങ്ങിയിരിക്കുവാ ഞാൻ. എന്റെ അപ്പച്ചി മരിച്ച സമയത്ത് നിങ്ങൾക്ക് ഈ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ. ഒരു വാക്ക് എന്റെ അടുത്ത് വിളിച്ചു പറയണ്ടേ? ഒരു വാക്ക് വിളിച്ചു പറയണ്ടേ? ഈ അവഗണനയും പുച്ഛം ആ സമയത്ത് തുടങ്ങിയതാണ്. അപ്പച്ചി മരിച്ച് എല്ലാം വിളിച്ചു പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് ആ വീട്ടിലേക്ക് വന്ന മരുമോനല്ലേ, ഒരു മരണം അറിഞ്ഞ് വന്ന ആളല്ലേ. ഈ പെണ്ണുങ്ങളും ആണുങ്ങളും പുച്ഛത്തോടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരാൾ എന്നെ നോക്കി ഒരു ചിരി ചിരിക്കാത്തത്, ഒരു ചിരി ചിരിക്കാത്ത ഷീബേ? ഒന്ന് ചിരിക്കാത്തത്. അതൊരു മരണ വീട്, അല്ലാതെ സിനിമാ കൊട്ടകയല്ല. ആ മരണ വീട്ടിൽ വന്ന് നിന്നോണ്ട് ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞ് നല്ലൊരു മരണ വീടായിട്ട് ഇവിടെ ഉഴുന്നുവടയും ചായയേ ഉള്ളോ, മുട്ട പപ്സ് ഇല്ലേ ചോദിക്കുവോ? ആരെങ്കിലും നോൺ വെജ് കഴിക്കുവോ? ആരെങ്കിലും ഓടി അടക്കി തീർന്നില്ല. ഞാൻ അടുക്കള ചെന്ന് നോക്കിയപ്പോ നിരന്നിരിക്കുന്ന എല്ലാ ബന്ധുക്കാരെല്ലാം കൂടെ പെറോട്ടയും ബീഫും ആയിട്ട് ഞാൻ കണ്ടതാ. നിരന്നിരിക്കുന്ന മത്സരം പോലെ, പിടിവാശി പോലെ ഓരോരുത്തരുടെ മുഖത്ത് ഭാവം. അത് പിന്നെ അന്നത്തെ ദിവസം കഴിക്കത്തില്ല, പിറ്റേ ദിവസം തൊട്ട് പെലയല്ലേ? പെലയല്ല, മറഡോണ. ഞാൻ എല്ലാം പറയും ഷീബേ, പറയുമ്പോ എല്ലാം പറയും ഷീബേ. ഞാൻ ആ വീട്ടിൽ കയറാത്ത വേറെ കാരണങ്ങളുണ്ട്. എന്തോ കാരണം? നിന്റെ ആങ്ങളെ ഉണ്ടല്ലോ, അളിയൻ എന്ന് പറഞ്ഞ അവൻ കാണിച്ചെന്തോ ആ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വിരുന്നിന് ചെന്നപ്പം വീട്ടിന്റെ പിറകോശത്ത് വിളിച്ചോണ്ട് പോയി കാണിച്ചേക്കുന്നു. എന്തോ കാണിച്ചെന്നായി പറയുന്നേ? ആരെങ്കിലും മുണ്ട് നോക്കി കാണിക്കൂ, ആരെങ്കിലും മുണ്ടൊക്കെ കാണിക്കൂ. എന്റെ 2.5 വയസ്സുള്ള ഇളയവന്റെ അരേന്നാ തോർത്തഴിഞ്ഞ് വീണേനാ വർത്തമാനോ പറയുന്നേ? അങ്ങനൊക്കെ പറയാവോ? നഗ്നത 2.5 ആയാലും 40 ആയാലും നഗ്നതയാണ് ഷീബേ. നഗ്നതയാണ് ഷീബേ. ചേട്ടാ, നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല, ഞാൻ എങ്ങോട്ടുമില്ല ഷീബേ. എന്റെ കൂടെ മരണ വീട്ടിൽ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ, നമ്മൾ അവിടെ ചെന്നിട്ടില്ലെങ്കിൽ ഇന്ന് അവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. എനിക്കറിയാം, എനിക്ക് നാണം കേൾക്കുന്നത്. എല്ലാം പകുതിയുള്ളു, എല്ലാം പകുതിയുള്ളു. എന്താന്ന് ഒരാൾക്ക് ഒരു കാര്യം മനസ്സിലാവും. എന്തു വെച്ചു പ്രശ്നം? ഇന്നൊരു മരണം നടന്ന വീടായിട്ട് ഞാൻ എന്നെ കൊണ്ടുപോകുന്ന എന്റെ ചെവുക്കല്ലിൽ അടി കൊണ്ടിട്ട് സ്വനപേടകം തകർന്നു നിൽക്കുവാന്ന് തോന്നുന്നു. അണ്ണാ, എന്തു അണ്ണ പറയുന്നത്? എന്തു വെച്ച് പ്രശ്നം എന്താണോ എന്നുള്ള കാര്യം തുറന്നു പറ. ഉപ്പുമാവ് കരിഞ്ഞെന്ന് പറഞ്ഞോണ്ട് നിങ്ങൾ ഇവിടെ കിടന്ന് വിഷം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ദോശമാവ് എടുക്കുക, ദോശ തൊടുക, അതല്ലേ അത്ര ഉള്ള പ്രശ്നം. ഉപ്പുമാവ് കരിച്ചെന്നല്ല പറഞ്ഞേ, എന്റെ ഉപ്പുമാവ് മരിച്ച്. ഉപ്പുമാവ് മരിച്ച എങ്ങനെ? അടക്കം പറഞ്ഞില്ലെന്ന് പറഞ്ഞ് പിണങ്ങിയിരിക്കുവാണ് അവിടെ. ഒരു വാശിയാണ് അടക്കം പറഞ്ഞില്ലെന്ന് പറഞ്ഞോണ്ട്. ഉപ്പുമാവ് മരിച്ച് എന്താ സംഭവം? എന്താ അടക്കം പറഞ്ഞു? ഇനി പോവാല്ലോ. എടി, ദഹനം ആയി കാണോ അവിടെ? 2 മണിക്കാ. ഇല്ലെങ്കിൽ ഈ അടക്കവും കൂടെ കൊണ്ട് അതിലിട്ട് ദഹിക്കട്ടെ, പടവടാ പൊട്ടിട്ട് അടക്കം പറയും. പ്രശ്നം എന്താണ് ചേച്ചി? എന്റെ ഉപ്പുമാവ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാമായിരുന്നു. ഞങ്ങളെ എന്തോരം കഷ്ടപ്പെട്ടാ ഞങ്ങളെ വളർത്തിയെന്ന് നിനക്കറിയാവോ? അത്രയും നല്ലൊരാളെ കുറിച്ച് നിങ്ങൾ കഷ്ടപ്പാടും കഠിനാധ്വാനം പറയണ്ട. ഈ ആളിനെ എനിക്ക് അറിയാം. നല്ലൊരു അധ്വാനിയായിരുന്നു എന്റെ അമ്മാവൻ. അധ്വാനം എന്തോ അധ്വാനം ശിവ, അയാൾക്കുള്ള എന്തോ അധ്വാനം. ഈ പുഴുങ്ങിയ മുട്ട നമ്മൾ കഴിക്കൂലേ? പുഴുങ്ങിയ മുട്ട അത് വെള്ളം ചൂടാക്കിയല്ലേ മുട്ട പുഴുങ്ങാൻ പറ്റൂ. അതിന് മടിച്ചിട്ട് മുട്ടയിടുന്ന കോഴിയുടെ വായിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് അതിന്റെ പിറകോശത്ത് പോയിരിക്കുമെന്ന് പുഴുങ്ങിയ മുട്ട വരാൻ വേണ്ടി. അത്ര മടിയാണ് ഇതുപോലുള്ള. എന്റെ അമ്മാവനെ മോശക്കാരനാക്കിയതല്ലോ അത്. എന്താ മോശക്കാരൻ? നീ കേക്കണോടോ, 2 വട്ടം തളിക്കുളം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയ ഒരു വ്യക്തിയാണ് എന്റെ അമ്മാവൻ. അത്ര മോശക്കാരനാണെങ്കിൽ അങ്ങനെ പ്രസിഡന്റ് ആവാൻ പറ്റുമോ? അതില്ല. സ്ത്രീകൾക്ക് സുരക്ഷ കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാ അമ്മാവൻ എപ്പോഴും കാഴ്ചവെക്കുന്നേ. കുളിക്കടവിൽ ആരോ ഒളിഞ്ഞു നോക്കിയെന്നുള്ള പരാതി കിട്ടിയപ്പം കുളിക്കടവിൽ കൊണ്ടുപോയി 2 CC ക്യാമറ വെച്ച വ്യക്തിയാണ് എന്റെ അമ്മാവൻ. എന്നിട്ട് ഇതിന്റെ മോണിറ്റർ വെച്ചെന്ന് വെച്ചാൽ അത് അമ്മാവന്റെ പഞ്ചായത്തിലെ ഓഫീസിൽ വെച്ച്. മുമ്പ് 2 പേര് കാണാനുള്ളായിരുന്നു, ഇപ്പൊ പഞ്ചായത്ത് മുഴുവൻ കാണും. മാത്രമല്ല ഈ പുള്ളി ചെയ്തെന്താന്നറിയാം? ഞാൻ ഈ വീട്ടിലോട്ട് ചെന്ന് ആദ്യമായിട്ട് വീട്ടിലേക്ക് വിരുന്നിനെ ചെല്ലുമല്ലേ, അപ്പൊ ഉടനെ പറയണം മുഖത്ത് നോക്കി, ഇവേ നിനക്ക് പറ്റിയ ചെറുക്കനല്ല ഈ വരുന്നതെന്ന്. പറ്റിയതാണോ പറ്റിയതല്ലെന്ന് ഇയാളെങ്ങനെ അറിഞ്ഞു? ഈ കല്യാണം നടത്തിയപ്പോ അങ്ങനെ അറിഞ്ഞില്ലായിരുന്നു. അല്ല, അത് പുള്ളി പറഞ്ഞതിൽ തെറ്റ് പറയാനില്ല. ഏകദേശം കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ല, ഇപ്പൊ എന്താണ് ഇവിടുത്തെ പ്രശ്നം? അത് പറ. എനിക്ക് അമ്മാവനെ ഒന്ന് കാണണം.
അമ്മാവനെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണ കൊണ്ട കാണിക്കണ്ട, അമ്മാവനെ കൊണ്ട കാണിക്കണ്ട. എനിക്ക് താല്പര്യമില്ല സുഹൃത്തെ, എനിക്ക് ആ വീട്ടിലേക്ക് വരാനേ താല്പര്യമില്ല. കാണാൻ വേണ്ടി ഇത്ര വലിയ സംഭവമൊന്നുമില്ല. ഒരിടമ്പം വരാലോ എന്ന് എത്തി നോക്കില്ല, അതുപോലുള്ള ഒരു മുഖമാണ് വലിയ. ഇല്ലേ അമ്മാവൻ എങ്ങനെ മരിച്ചത്? പുറത്ത് പറയാൻ പറ്റിയ ഒരു മരണമൊന്നും അല്ലായിരുന്നു. പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഈ എറണാകുളത്ത് ഒരു 1.5 ഏക്കർ വസ്തു നല്ലൊരു വീടുമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ആരാ പറഞ്ഞു കൊടുത്ത് മുല്ലപ്പെരിയാർ പൊട്ടുന്നു. ഇതും കേട്ടോണ്ട് തിരുവനന്തപുരത്ത് പോയി വാടകയ്ക്ക് താമസിച്ചു. എന്നിട്ട് ഈ ഷവറിലെ പിസ്റ്റോ ഇല്ലേ, പൊട്ടി വീണ് കുളിക്കാൻ കയറിയപ്പം പതപ്പിലടിച്ചാണ് മരിച്ചത്. ഇനി ബോഡി എടുക്കാത്ത കുളിപ്പിക്കേണ്ട കാര്യമില്ല. കുളിച്ചോണ്ടിരുന്നപ്പോഴല്ലേ മരിച്ചത്, അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. ഒരു കാര്യം ചെയ്യും, ചേച്ചിക്ക് 2 മണിക്കല്ലേ ചെല്ലേണ്ടത്, ഇപ്പൊ മണി എത്ര? 11 മണിയാ. 11 മണിയാവുന്നു. ഒരു കാര്യം ചെയ്യട്ടോ, കൊണ്ടുപോകണ്ട, ചെല്ലി കൊണ്ടാ. എനിക്ക് താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ല. ഒരു കാര്യം ചേച്ചി, ചേച്ചി ഒരു ഞാൻ ബൈക്ക് എടുത്തോണ്ട് ഞാൻ കൊണ്ടാക്കി തരാം. ഞാൻ കൊണ്ടാക്കി തരാം ചേച്ചി. ആര്? ഞാൻ കൊണ്ടാക്കും. സൂപ്പർ ബൈക്ക് അയച്ചു. പഴയ ബൈക്കല്ല, പുതിയ ബൈക്കാ മേടിച്ചു. 7 ലക്ഷം രൂപയുടെ കാവസാക്കി. കാമസാക്ഷി അല്ല, കാവസാക്കി. ഈ ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാരും ഇങ്ങനെ ഇരുന്നല്ലോ ഓടിക്കുന്നത്. ഇതങ്ങനെയല്ല, ഇങ്ങനെ കിടക്കണം. പുറകെ ഇരിക്കുന്നവരിങ്ങനെ പൊങ്ങിയിരിക്കും, അവര് നമ്മുടെ മുതുകത്തോട്ട് ഇങ്ങനെ കിടക്കും. സൂപ്പറായിട്ടൊക്കെ പോകും. ഇവന്റെയൊക്കെ ചന്തിയും മരവിക്കൂലേ എന്തോ. എന്തു വെച്ചു ഒരു മരിപ്പ് വീട്ടിലോട്ടല്ലേ പോടുന്നത്? ഈ കളർഫുൾ സാരി കൊടുത്തോണ്ടാണോ ഒരു മരിപ്പ് വീട്ടിലോട്ട് ചെന്ന് കയറുന്നത്? മരിപ്പ് വീട്ടിലോട്ടൊക്കെ ചെല്ലാൻ നേരത്തെ നല്ല ഡാർക്ക് ഷെയ്ഡുള്ള ഡ്രസ്സ് വേണ്ടിട്ടോണ്ട് പോകാനായിട്ട്. പിന്നെ ഇത് കറക്റ്റ് ആണ്. ആങ്ങാച്ചാറി വീണെന്ന് പറഞ്ഞാൽ മതി. പ്രസന്റേഷന്റെ പേപ്പർ എടുത്ത് ഷർട്ട് പഠിച്ചിട്ടുണ്ട്. എന്തായാലും അണ്ണനിപ്പോ പിന്നെ എന്തായാലും ചേച്ചിയുടെ കൂടെ പോകണല്ലോ. എനിക്ക് താല്പര്യമില്ല സുഹൃത്തെ. അവർ ഓരോരുത്തരെ ജാടയും ഇത് നമുക്ക് അണ്ണൻ കൊണ്ടുപോകുന്നില്ല. ഞാൻ പോണില്ല, ഞാൻ എങ്ങും പോണില്ല. എന്തുവാ ചേച്ചി? ഈ സിബ് ഒന്നിട്ട് തരാമോ? ബാഗിന്റെ സിബ് അടയുന്നില്ലടാ. ഇതടച്ചിട്ട് പോ. ബാഗിന്റെ ആയിരുന്നു. ഞാൻ സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു തരുമല്ലോ ചേച്ചി. ഞാൻ ചേച്ചിയുടെ സാരി എന്താന്ന് വെച്ച് ഇവിടെ തേച്ച് വെക്കാം. ഞാൻ റെഡിയാണ് കേട്ടോ. റെഡി ആയിട്ടോട്ടല്ലേ ചേച്ചി? ഒരു കാര്യം ഞാൻ പറയുവാണ്, നമ്മൾ എപ്പോഴും നമ്മളെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും എല്ലാം ശ്രദ്ധിക്കും. മുടി പൊറിച്ച ചേച്ചി മുടി വെട്ടിയണ്ട, ചേച്ചി മുടി വെട്ടിയണ്ട. ഒരു തുമ്പ് ശകലം. തുമ്പല്ല ഇത്രോ ഉണ്ടായിരുന്നു, ഇത്രോ. ഇപ്പൊ ഇത്രവേ ഉള്ളു. അത് മുറിച്ചു കളഞ്ഞത്. ഒരു തുമ്പ് ശകലം. അല്ലല്ല, അത് മോശമായിട്ടുള്ള കാര്യമാണ്, വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ലേശം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണോ ചെയ്യേണ്ടത്? അത് വളരെ മോശമാണ്. അന്ന് ഇല്ലാത്തവർക്ക് അതിന്റെ വിഷമം അറിയത്തുള്ളൂ, ഉള്ളവർക്ക് അതിന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഉദാഹരണ സഹിതം പറഞ്ഞു തരുമല്ലേ, മനസ്സിലാക്കുക. എന്നാ സംഭവം എന്ന് പറഞ്ഞാൽ ഈ പുറകിൽ നോക്കാൻ നേരത്തെ മുടി ഉള്ളതായിരുന്നു അതിന്റെ ഒരു ഐശ്വര്യം. അതില്ലാത്തൊരു പറഞ്ഞാൽ എന്ത് ചെയ്യുവാണ്? അത് എനിക്ക് അത്ര ദേഷ്യം വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതാകത്ത്. സമയം നമുക്ക് പോകാടാ. വിട്ടുകളാ. അത് ഞാനല്ലേ പറയണ്ട. വിട്ടുകളായിരുന്നു. എന്റെ ഭാര്യയുടെ മുടി ഇച്ചിരി മുറിച്ച എന്താ ഇത്ര സംഭവം പറഞ്ഞാലേ ചേച്ചി, നമുക്ക് ബൈക്കിൽ പോകാൻ നേരത്തെ എത്ര മണിക്ക് അടക്കമെന്ന് പറഞ്ഞത്? 2 മണിക്ക്. ചേച്ചിയെ ഞാൻ അവിടെ കൊണ്ടുപോകുന്നു, മുഖം കാണിക്കുന്നു, ഒരു കുഴപ്പമില്ല. ബൈക്കിന്റെ താക്കോല് ഞാൻ കൈ തന്നായിരുന്നു. എന്റെ കയ്യിലോ? നീയോ? പിന്നെ എന്റെ തന്നൊന്നുമില്ല. അയ്യോ, ഞാൻ ചേച്ചിയുടെ കയ്യിലോട്ട് തന്നാ ബൈക്കിന്റെ താക്കോല്. എന്ത് വർത്താനോ ചേച്ചി പറയുന്നത്? ഞാൻ ബൈക്കിന്റെ താക്കോല് ചേച്ചിയുടെ കയ്യിലോട്ട് തന്നതാണ്. നീ നോക്കിക്കേ. വെള്ളിയാഴ്ച എന്നല്ലേ നമുക്കേ ബൈക്കിന്റെ താക്കോല് കണ്ടായിരുന്ന ഫോണില്. ഞാന് തിങ്കളാഴ്ച അവര് വരുമ്പോ പറയാം. അപ്പൊ കൂടെ നോക്കാം. എന്താ ബൈക്കിന്റെ താക്കോല് കണ്ടില്ല? പക്ഷെ കുഴപ്പമില്ല ചേച്ചി, 7 ലക്ഷം രൂപ വിലയുള്ള ബൈക്കാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസും. ഈ താക്കോല് ഞാൻ എപ്പോഴും മറക്കുന്നത് കൊണ്ട് ഞാൻ അതിനകത്ത് ഒരു ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. താക്കോൽ എവിടെ ഇരുന്നാലും ഈ ആപ്ലിക്കേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ വൈബ്രേഷൻ ആവും. പിന്നെ എനിക്കറിയാവുന്ന കാര്യമല്ലേ ആപ്ലിക്കേഷൻ വൈബ്രേഷൻ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ വൈബ്രേഷൻ ഒച്ച കേൾക്കുന്നു. അടിക്കുന്നെന്ന് പറഞ്ഞൂടെ? സെക്കൻഡ് സ്പീഡ് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ പറയാം, സ്പീഡ് കൂട്ടാ. ഫുൾ സ്പീഡില്ല, ഫുൾ സ്പീഡ്. ഇത് സംഭവം നമുക്ക് ചെയ്യാതെ വർക്ക് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഓഫാക്കാം ചേച്ചി. കാരണം എന്താണെന്നറിയാം, ഇനി ഇത് ഫുൾ സ്പീഡിലിട്ടാ ഇരിക്കുന്നിടത്ത് ഇത് പൊട്ടിത്തെറിക്കും. ഭയങ്കര പ്രശ്നമാണ്. ഈ താക്കോൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്റെ ദൈവമേ, ഈ താക്കോൽ എവിടെ ഇരുന്നാലും ആരെടുത്താലും അവര് മുടിഞ്ഞ് പട്ടാരം അടക്കി കുത്തു. എന്തിന് താക്കോൽ എവിടെ ഇരുന്നല്ലേ? ഫോണിലായോണ്ട് ശ്രദ്ധിച്ചില്ല മാഷേ. ഞാനേ ഇത് ചോദിച്ചായിരുന്നു താക്കോൽ എവിടെയാന്ന്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഇരുന്ന് ആരെങ്കിലും എടുത്തോണ്ട് പോകണ്ടെന്ന് വിചാരിച്ച് സൂക്ഷിച്ചതാ മാഷേ. അവിടെയാണോ എടുത്ത് സൂക്ഷിക്കുന്നത്? അവിടെയാണ് എടുത്ത് തുടച്ചു കാണും.
താക്കോലെടുത്ത് തുടച്ചതാണ്. ഇയാള് വല്ലയിടത്തും എടുത്ത് താക്കോല് വെച്ചിട്ട് അത് ഇതാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാനോ. എന്ത് ചേച്ചി, ചേച്ചീനെ ഞാൻ കൊണ്ടുപോകുന്നു കറക്റ്റ് സമയത്ത് 2 മണിക്കല്ലേ? 2 മണിക്കാ. 2 മണിക്ക് എന്ന അമ്മാവന്റെ മുഖം ഞാൻ കാണിച്ചു തരും. ചേച്ചി പേടിക്കേണ്ട കാര്യമില്ല. ബൈക്കിന്റെ പുറകിൽ ഇങ്ങനെ ഇരിക്കാം. അല്ല ഞാൻ പറഞ്ഞ പോണ്ട കാര്യമുണ്ടോ? എന്താ അല്ല ഈ മീൻകറിയൊക്കെ അടച്ചു വെച്ചായിരുന്നു? എല്ലാം അടച്ചു വെച്ചിട്ടുണ്ടല്ലോ. ആട്ടുംപേര് അടച്ചായിരുന്നു? എല്ലാം അടച്ചിട്ടുണ്ട് ഞാൻ. എല്ലാം അടച്ചോ? ആ ചേച്ചി വായിച്ചു ബൈക്കിന്റെ അല്ല ഞാൻ കൊണ്ടുപോക്കോളാം. ഞാൻ കൊണ്ടുപോക്കോളാം. അല്ല ഞാൻ കൊണ്ടുപോകും. അല്ല ഞാൻ കൊണ്ടോ, എന്റെ ഭാര്യ ഞാൻ കൊണ്ടോ. അല്ല അണ്ണന് പോകുന്ന തിരക്ക് അണ്ണൻ പോകുന്നില്ല, ഭയങ്കര ഇതാണെന്നൊക്കെ അല്ലേ പറഞ്ഞു. കുഴപ്പമില്ല, ഞാൻ കൊണ്ടുപോകണം. അതിന് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാവോ? വണ്ടി ഇന്ന് ഓടിക്കാലോ, കുഴപ്പമില്ല, ഇന്ന് ഓടിക്കാം. അല്ല ഏത് വണ്ടിയുടെ കാര്യം പറയുന്നത്? താക്കോലും ഞാൻ മതിയല്ലോ. ഈ വണ്ടിയോ? ആ എന്റെ വണ്ടിയുടെ എന്റെ വണ്ടിയുടെ താക്കോല് ഞാൻ ആർക്കും തരത്തില്ല. അതെന്താ? എന്റെ വണ്ടി ആരും നോക്കുന്നതോ വേറെ ആള് കയറി ഓടിക്കുന്നതോ എനിക്കിഷ്ടമല്ല. തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ അത് അറിയാം. ഒരാളെ കൊണ്ട് ഞാൻ തൊടിക്കത്തില്ല, ഞാൻ മാത്രം. അപ്പൊ അത് അറിഞ്ഞു വെച്ചോണ്ടാണല്ലേ നിങ്ങളുടെ എല്ലാം നിങ്ങൾക്ക് വിഷയമുണ്ട്. എന്നിട്ട് എന്റെ ഭാര്യയെ കൊണ്ട് നിങ്ങൾക്ക് പോവാം. അതൊരു വർത്താനം. എന്റെ ഭാര്യയെ കൊണ്ട് അവിടെ പോവാന്ന് പറഞ്ഞു നിങ്ങൾ. അല്ല ഞാൻ എന്റെ വണ്ടി ഞാൻ മാത്രം ഓടിക്കത്തുള്ളൂ. അതിപ്പോ എന്താ കുഴപ്പം എന്താണ്? ഇനി നിങ്ങളെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. നിങ്ങൾ എവിടെ ഉള്ളതെന്ന് പോലും എനിക്ക് അറിഞ്ഞു. സത്യം പറയാം, നിങ്ങൾ എവിടെ ഉള്ളതെന്ന് പറയാം. എന്നെ കണ്ടിട്ടില്ല. ചേട്ടൻ 2 കൊല്ലം ഗൾഫിലല്ലായിരുന്നു, അതുകൊണ്ടാ ചേട്ടൻ അറിയാത്തെ. എന്നെ കണ്ടിട്ടില്ലെന്ന്. ഇത്രോ സഹായം ഇവിടെ ചെയ്യാനായിട്ട് ഇവിടെ ഞാൻ വന്ന് കേറിയിട്ട് ഇപ്പൊ പറയുവാണ് എന്നെ കണ്ടിട്ടില്ല. അണ്ണാ ഈ വർത്തമാനം എന്നോട് പറയരുതണ്ണ, ഇത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഞാൻ കണ്ടിട്ടില്ലാത്ത. ഞാൻ പറഞ്ഞുതരാം. എവിടെയാണ്? രമണൻ കൊച്ചിച്ചന്റെ വീടിന്റെ പാല് കാച്ചൽ. ഈ പാല് കാച്ചലിന് പാലും കൊണ്ടുവന്ന് വീട്ടിൽ പാല് കാച്ചി കൊടുത്തത് ആരാ? ഞാൻ. മനസ്സിലായേ? ഞാൻ ശ്രദ്ധിച്ചില്ല, ആ സമയത്ത് ശ്രദ്ധിച്ചില്ല. ആട്ടോ ഓടിക്കുന്ന രവിയണ്ണനെ അറിയാം. ആട്ടോ ഓടിക്കുന്ന രവിയണ്ണന്റെ വീട്ടിൽ പാല് കാച്ചിട്ട് പാലും കൊണ്ടുവന്ന് പാല് കാച്ചി കൊടുത്തത് ആരാ? ഞാൻ. ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ കിട്ടി, എനിക്ക് കിട്ടി. പലിശക്കാരെ സുഭാഷിനെ അറിയാവാ? പലിശക്കാരെ സുഭാഷിന്റെ വീട്ടിൽ പാല് കാച്ചലിൽ പാലും കൊണ്ടുവന്ന് പാല് കാച്ചി കൊടുത്തത് ആരാ? ഞാൻ. വിഷമം തോന്നരുത്, സത്യമായിട്ടും എനിക്ക് കിട്ടണില്ല. എവിടെ വെച്ച് കണ്ടാന്നോ എനിക്കൊരു പരിചയം തോന്നണില്ല. ഇത് പാടില്ലണ്ട. ഇത്രോ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ അണ്ണന് തിരിച്ചറിയാൻ പാടില്ലല്ലേ? മോശമാണ്, ഇത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. അല്ലേ, ഞാൻ എന്റെ ഭാഗത്തുള്ള തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് കിട്ടണില്ല. 1-2 വീട്ടിൽ കാച്ചെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടിയായിരുന്നു. ഇപ്പൊ കണ്ണി കണ്ട എല്ലാ വീട്ടിലും കാച്ചിക്കൊണ്ട് കിടക്കുമ്പോ 1-2 വീടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അല്ലേ ചേച്ചി എല്ലാ വീട്ടിലും കൂടെ നമുക്ക് പോകാൻ ചേച്ചി. അതെ അല്ല വേണ്ട, ഞാൻ എനിക്കറിയാം ഞാൻ കൊണ്ടുപോകുള്ള ഒരു കുഴപ്പമില്ല. ഞാൻ എടുത്തോളാലോ, ഞാൻ കൊണ്ടുപോക്കോളാം വണ്ടി. വണ്ടിയുടെ താക്കോലിങ്ങ അധികാരം പാടില്ല. പക്ഷെ അധികാരം പാടില്ല. ഒരു വീട്ടിൽ വന്നിട്ടേ വീട്ടിൽ വന്നിട്ട് അതന്നെ എനിക്ക് പറയുള്ളൂ. വണ്ടിയുടെ താക്കോലിങ്ങ കൊണ്ടുപോകും. എന്റെ ഭാര്യയും കൊണ്ടുപോകണം. പിന്നെ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞിട്ടല്ല ഞാൻ കൊണ്ടുപോകണം. 7 ലക്ഷം രൂപ വിലയുള്ള എന്റെ വണ്ടിയുടെ താക്കോലെടുത്ത് കിണറ്റിലിട്ട് ഒരുമാതിരി തോന്നിയാസം കാണിക്കരുത് കേട്ടോ. എന്തോ ചേച്ചി പുള്ളിക്കാരി കാണിക്കുന്നത്? നിന്റെ താഴെ പറഞ്ഞ ഇയാളുടെ പോയി ഞാൻ കൊണ്ടുപോകല്ലോ. ഉടനെ കയറി പോകാൻ നോക്കുന്നു. ഇല്ലല്ലേ താൻ എന്റെ ബൈക്കിന്റെ താക്കോലെടുത്ത് പോലീസിൽ പരാതി കൊടുക്കണോടാ. പോലീസിൽ പരാതി കൊടുക്കണം. 7 ലക്ഷം രൂപയുടെ താക്കോല കൊണ്ടുവന്ന് അവിടെ കളഞ്ഞേക്കുന്നത്. അത് മാത്രമോ, ഒരു മരണം നടന്നിട്ട് എന്നെ അങ്ങനെ വിടുന്നില്ല സ്വന്തം വീട്ടിൽ. ഇതൊക്കെ പോലീസെ ഞാൻ വിളിച്ചു പറയും. അല്ല പോലീസിനെ വിളിക്കണ്ട. എന്താ നമ്മൾ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് പോലീസിനെ വിളിക്കാന്ന് പറഞ്ഞത് മോശമായിട്ടല്ല. പോലീസിനെ വിളിക്കണ്ട. പോലീസിനെ വിളിച്ചപ്പോ എന്താ കുഴപ്പം? പോലീസിനെ വിളിക്കണ്ടെന്ന് എന്താന്നാ ചോദിച്ചേ? പോലീസ് വന്നു കഴിയാൻ നേരത്തെ 7 ലക്ഷം രൂപയുടെ ബൈക്ക് ഞാൻ ഓട്ടിച്ചോണ്ട് വന്നതാണെന്ന് അവരറിയത്തില്ലേ? പിടിച്ചോണ്ട് പോകും. ഇറങ്ങണ വെളി, നീ ഇറങ്ങ വെളി. വെളി ഇറങ്ങി. ഞങ്ങൾക്ക് പോലീസ് കേസ് ഒന്നും പറ്റത്തില്ല. പോ. ഉപകാരം ചെയ്യാൻ വന്നപ്പോഴത്തേക്കും എന്റെ പൊന്നോ മരുന്നാ ഇങ്ങനെ കൊണ്ടുപോയി. എന്ത് പറയാ, നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. എങ്ങനെ പോവും? ഞാൻ ബസ്സിൽ പോവാ. നീ വണ്ടി വേഗം എടുത്ത് പോവാ. നിക്ക് ഒരു കോള്. എന്തോ? ഹലോ, ആന്നോ? ഓ ശരി. എന്താ സംഭവത്ത്? കഴിഞ്ഞു. എവിടെ? അവിടെ കഴിഞ്ഞു. അല്ല കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പൊ പിന്നെ ഉറപ്പായിട്ട് നമുക്ക് പോവാം. എന്തോന്ന്? എടി ഇനി 16 ദിവസമല്ലേ നമ്മൾ അവിടെ വേണ്ടത്. എന്തോത്തിന്? സുഭിക്ഷമായ ഭക്ഷണം. ചേട്ടാ, ഉപ്പമാവിന്റെ മരണസംബന്ധമായ സ്കിറ്റ് നല്ല കൈയടിയാവാം. ചേട്ടാ നല്ല സ്കിറ്റായിരുന്നു. സെൽവരാജ് നന്നായിട്ട് തളർത്തിയ കളിച്ചേട്ടാ. പക്ഷെ അതിനകത്തുള്ളൊരു നെഗറ്റീവും പറയാനുള്ള കാരണം നമ്മൾ കുറേ താന്ന് കളിക്കുമ്പോൾ വലിഞ്ഞെന്ന് പറയും. പക്ഷെ ഇതിന് നല്ല വെറൈറ്റി ഉണ്ടായിരുന്നു. നല്ല എന്താ പറയുക, നല്ല ലൈഫ് ഉണ്ടായിരുന്നു കേട്ടോ കളിക്ക്. എല്ലാ തമാശകളും നല്ല രസമായിട്ട് തന്നെ ഏറ്റുണ്ട്. അതുപോലെ എനിക്ക് ഈ മനുവിൻ്റെ ക്യാരക്ടർ ഞാൻ കരുതിയത് തൊട്ടടുത്തുള്ള ഒരു അയൽപക്കക്കാരനായിരിക്കും എന്നാണ് കരുതിയത്. കാരണം ഈ സെൽവരാജ് എന്ന് പറഞ്ഞ ആൾ ഇദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. എവിടെയോ പാല് കച്ചൽ എന്ന് പറയുമ്പോൾ അവിടെ കൊണ്ട് പാല് കൊടുക്കുന്ന ഒരാളാണ്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ സുരശ്രീ നന്നായിട്ട് ചെയ്തിട്ട് എനിക്കാണ് കുറച്ച് കുറവായി പോയി. പക്ഷെ ഇവരത് രണ്ടുപേരും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് ആദ്യം തൊട്ട് അവസാനം വരെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ക്ലൈമാക്സ് നന്നായിരുന്നു. 3 പേരും നന്നായിട്ടുണ്ട് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നല്ലതായിരുന്നു.
ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സാധനം ഈ വേദിയിൽ വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള വ്യത്യസ്തമായ കണ്ടന്റുകൾ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് കാണാനൊരു സുഖം, നിങ്ങൾക്ക് കളിക്കാനൊരു സുഖം. നമുക്ക് ഈ കണ്ടന്റ് തന്ന രാജേഷ് ഏട്ടനാണ്, രാജേഷ് പാടാവള്ളി. സ്പെഷ്യൽ കൈയടി. ഇതിപ്പം സെൽവൻ ചെയ്ത ആ ഇതിൻ്റെ അത് ക്യാരക്ടർ സെലക്ഷനൊക്കെ നല്ല രീതിയിലാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. സെൽവൻ്റെ ക്യാരക്ടർ ആ ഒരു രീതി തന്നെ ഫോളോ അപ്പ് ചെയ്താലേ അത് വിൽക്കുകയുള്ളൂ. കാര്യം ഈ നിസാര കാര്യത്തിനൊക്കെ ബന്ധുക്കളോട് പിണങ്ങിയിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്തൊരു ക്യാരക്ടറാണ്. പക്ഷേ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകവുമായിട്ട് തിരിച്ചറിഞ്ഞ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടർ ആ സ്ലോവിലുള്ള കളിയാണ് ഏറ്റവും നല്ലത്. മനു ഈ ക്യാരക്ടർ നന്നായിട്ട് കുമ്പാരി അത് രസമായിട്ട് ചെയ്തു. സൂര്യശ്രീ നന്നായിരുന്നു. മൊത്തത്തിൽ നല്ല രസമുള്ളൊരു സ്കിറ്റായിരുന്നു. നമുക്ക് ബോറ് പറയാനായിട്ടോ കുറ്റങ്ങൾ പറയാനായിട്ടോ അവിടെ ഇവിടെ ഒന്നും തപ്പിയിട്ട് കിട്ടിയില്ല. എന്തായാലും മനോഹരമായി. ഇങ്ങനെയുള്ള സാധനങ്ങളുമായിട്ട് വീണ്ടും വീണ്ടും വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഈ ഡയലോഗ് വെച്ച് അഭിനയിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഡയലോഗ് ഇല്ലാതെ അഭിനയിക്കണമെങ്കിൽ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. മനോധർമ്മത്തിലൂടെ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അത് സൂര്യശ്രീ ഗംഭീരമായിട്ട്. അത് ഡയലോഗ് ഇല്ല, പാതി എന്ന് സെൽവൻ പറയുന്നുണ്ട്. പിന്നെ സെൽവന്റെ ഈ കളി വേറൊരു മൈൽ സ്റ്റോൺ ആണ് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ സെൽവൻ സിനിമയിലും കൂടി അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ സ്കിറ്റ് ചെയ്യുമ്പോൾ സ്കിറ്റിന്റെ മോഡലാണ് കളിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഏത് ഗിയർ ഇട്ടാലും നമുക്കറിയാം, കാരണം സിനിമക്ക് വേണ്ട എന്താണ്, സ്റ്റേജ് എന്താണ് വേണ്ടതെന്ന് നമുക്കറിയാം. പക്ഷെ ഇത് ഭയങ്കര രസമുണ്ട്. കാരണം ആ സൈലൻസ് കീപ്പ് ചെയ്യുന്ന ഒരു സൈലൻസിന് ഭയങ്കര ഭംഗിയുണ്ട്. ബിജുക്കുട്ടൻ പറഞ്ഞ പോലെ സട്ടിൽ കളിയാണ് കളിച്ചത്. അത് കാണാനും കേൾക്കാനും രസമുണ്ട്. ഇതിനുമ്പ് ഒരു പോലീസുകാരൻ്റെ ചെയ്തിരുന്നല്ലോ, വേറെ സാധനം പിടിച്ചേക്കണത്. സെൽവന്റെ സ്ഥിരം മോഡല്ല. മനു കുമ്പാരി ആ റേഞ്ചിൽ കളിച്ചാലേ സെൽവൻ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. രണ്ടുപേരും ഒരേ മോഡിൽ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ലാഗായി പോകും. അപ്പൊ ഈ കോമ്പിനേഷനാണ് വർക്കൗട്ട് ആയിരിക്കുന്നത്. അപ്പൊ ഈ ടീം പൊളിയാതെ സൂക്ഷിക്കുക. എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ പോസിറ്റിവിറ്റി ഒരുപാടുള്ള ഒരു ഗ്രൂപ്പാണിത്. അടിച്ചു പൊളിക്കാം. താങ്ക് യു. ആരാണ് ആദ്യം? ചേട്ടാ. ഞാനൊരു 17,000 രൂപ. 17,000 രൂപ. ബിജുക്കുട്ട ചേട്ടാ? ഞാൻ കുറക്കണില്ല, 17,000 രൂപ. 34,000 രൂപ. അപ്പൊ പിന്നെ ഞാനും കുറയ്ക്കാൻ ശരിയല്ലല്ലോ. അയച്ചു. ടോട്ടൽ എമൗണ്ട് 75,000 രൂപയുടെ സിൽവർ പഞ്ച്. അടിപൊളി. മനു എന്നും തുടങ്ങാം. മനു കുമ്പാരി എന്തോ പറയൂ. ഒരുപാട് സന്തോഷം. കാരണം കുറച്ച് ദിവസമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ മാർക്കുകൾ കുറവായിരുന്നു. 65,000 മേളിലോട്ടൊക്കെ പോകുന്നില്ലായിരുന്നു. അത് നിങ്ങൾ കൊണ്ടുവരുന്ന സത്യമായിട്ടും. അപ്പൊ അതിന് ഗ്രൂമേഴ്സിനോടും എല്ലാവരോടും നന്ദി പറയാണ്. ശശാങ്കചേട്ടനും അതുപോലെ തന്നെ രാജേഷേട്ടനും. നമ്മൾ വേറെ കണ്ടന്റ് പിടിച്ചിരുന്നപ്പോഴത്തേക്ക് രാജേഷേട്ടൻ ഇന്നലെ രാത്രിയാണ് ഒരു കണ്ടന്റ് പറഞ്ഞു തന്നത്. അങ്ങനെ പിന്നെ അത് മാറ്റിയിട്ട് നമ്മൾ ചെയ്തതാണ്. സന്തോഷം. അതെ, അർജു സാറിനോട് എല്ലാവരോടും താങ്ക് യു. സൂര്യശ്രീ? എനിക്ക് ഒത്തിരി സന്തോഷം. അല്ല, കുറെ നാളിന് ശേഷം ഇപ്പൊ സിൽവർ അടിച്ച്, അപ്പൊ അതിന്റെ ഒരു സന്തോഷം. ഓ സന്തോഷം. പറ. സന്തോഷം. നമ്മൾ നന്നായിട്ട് അല്ലേ, നല്ല പ്രാക്ടീസ് ചെയ്ത് റെഡിയായി. അപ്പൊ എന്തായാലും ഉഷാറാവട്ടെ. ഉഗ്രം കണ്ടന്റ് ആയിട്ട് വരൂ. ഇഷ്ടംപോലെ കാശ് വാങ്ങിച്ചിട്ട് പോകും. ഓക്കെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നമ്മള് ഒരു ഗായികയെ പരിചയപ്പെട്ടാലോ? ബാലരാമപുരത്ത് നിന്നുള്ള ആളാണ്. 24 വർഷമായി ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. അപ്പൊ വിളിക്കാം. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറയിലേക്ക് അശ്വതി നായർ. നമസ്കാരം. നമസ്കാരം. ഇതാണ് നമ്മുടെ കുടുംബം, അതാണ് നമ്മുടെ കാര്യക്കാര്. അപ്പൊ കഴിഞ്ഞ 24 വർഷമായിട്ട് ഫീൽഡിലുണ്ടല്ലേ? അതെ, 24. അപ്പൊ ട്രൂപ്പുകളിൽ വർക്ക് ചെയ്യാണോ അതോ? ഞാൻ പ്രൊഫഷണലായിട്ട് ഗാനമേള റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഒരു നല്ല പാട്ടങ്ങ് കേട്ടിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. തീർച്ചയായിട്ടും അല്ലേ? ഏതാണ് നമുക്ക് വേണ്ടിട്ട് ആദ്യം പാടാൻ പോകുന്നത്? ജൂണിലെ നിലാമഴ. നല്ല നല്ല പാട്ടല്ലേ? കൈയടിക്ക്. കാര്യ ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ, ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ.
ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ. ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ. ഒരു ലോലമാം നറുതുള്ളിയായി, ഒരു ലോലമാം നറുതുള്ളിയായി നിന്റെ നെറുകിലൊരുകുന്നിതൻ ഹൃദയം. ആഹാ, ഇതില്ല നല്ലൊരു ഐഡിയ ആവാട്ടോ. അടിപൊളി, നല്ല ക്ലീൻ വോയിസ്. അതെ അതെ, ആ പാട്ട് പോലെ തന്നെ ആ മഴ വന്ന് മനസ്സ് തണുപ്പിച്ചതുപോലെ തന്നെ പാട്ട് പാടി ഞങ്ങളെ തണുപ്പിച്ചു. ഗംഭീര പാട്ടായിരുന്നു. അല്ല, ശരിക്കും പറഞ്ഞാൽ പാട്ടിന്റെ അറ്റ്മോസ്ഫിയർ തണുപ്പാണെങ്കിലും ശരിക്കും എനിക്ക് ചൂടായിട്ടോ. ഞാൻ ചൂടായി ശരിക്കും. എന്ന് വെച്ചാൽ നമുക്കൊരു ചൂട് കിട്ടി. ഞാൻ തണുപ്പാണ് പറഞ്ഞത്. അത് കാവ്യാത്മകമാണ്, കിട്ടാൻ കുറച്ച് പാടായിരിക്കും. ഞാനിപ്പോ ചൂടിന്റെ തണുപ്പിന്റെ ഇടയിലാണ്. ഞാൻ റൂം ടെമ്പറേച്ചറിലാണ്. എന്തായാലും തിരിച്ചാ പറ, എങ്ങനെയുണ്ട്? ആ വോയിസ് ഭയങ്കര രസോട്ടാ, ഭയങ്കര ക്ലാരിറ്റിയും നല്ല പവറും. ഒരു വയലിന്റെ ശബ്ദം പോലെ തോന്നുന്നു. വയലിന്റെ. ഇപ്പൊ ട്രൂപ്പിൽ പോകുന്നുണ്ടോ? ഇപ്പോ എന്റെ ഹസ്ബൻഡ് മരിച്ചുപോയി ഒരു 5.5 വർഷമായി. അപ്പോ അദ്ദേഹം ഒരു പാട്ടുകാരനായിരുന്നു. പിന്നെ ഒരുപാട് മ്യൂസിക്കൽ ആൽബംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു പേര്? സഞ്ജീവ് ശ്രീനിവാസ്. സഞ്ജീവ് ശ്രീനിവാസ്. അപ്പോൾ അതിനുശേഷം ഞാൻ പ്രോഗ്രാം ഒന്നും ചെയ്തില്ല. കുറേ നാൾ, ഒരു 5.5 വർഷത്തോളം ഞാൻ ഒന്നും ചെയ്തില്ല. അപ്പം അതിനുശേഷം കഴിഞ്ഞ വർഷമാണ് ഞാൻ പ്രോഗ്രാംസ് ചെയ്തു തുടങ്ങിയത്. രണ്ടുപേരും കൂടെ ഒരുമിച്ചാണോ പോയിരുന്നത്? അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പാടിക്കൊണ്ടിരുന്നത്. നാട്ടിലായിരുന്നോ അതോ നാട്ടിലും പുറത്തൊക്കെ പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം അശ്വതി നാട്ടിലാണോ അതോ പുറത്ത് എവിടെയെങ്കിലും ആണോ? ഇപ്പൊ ഞാൻ നാട്ടിലാണ്. ഇപ്പൊ പോകുന്ന ട്രൂപ്പ് ഏതാണ്? ഇപ്പൊ ട്രൂപ്പിൽ പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഒരു ട്രൂപ്പിലും ഇല്ല, ഗസ്റ്റ് ആയിട്ട് പോകുന്നു. അപ്പൊ അടുത്ത പാട്ട് കൂടെ കേട്ടിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഏതാ പാട്ട്? കാതോട് കാതോരം.
പക്ഷി പോലെ. ആഹാ അടി സൂപ്പർ. നല്ല സോങ് സെലക്ഷൻ ആകട്ടോ, നല്ല പാട്ടുകളെ ഇപ്പം പാടിയ 2 പാട്ടും നല്ല പാട്ടാണ്. ആരാണ് ഏറ്റവും പ്രിയപ്പെട്ട ഗായിക? ചിത്ര ചേച്ചി. ഓ, വീട്ടിലാരൊക്കെ ഉണ്ട് അശ്വതിയുടെ? വീട്ടില് എൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ എനിക്ക് 2 ചേച്ചിമാരുണ്ട്. ഒരു ചേച്ചി മരിച്ചുപോയി, 14 വർഷമായി. അപ്പൊ ചേച്ചിയുടെ മക്കള് 2 പേരുണ്ട്, വസുദേവ്, ഭദ്ര. അങ്ങനെ 2 പേരും ഞങ്ങളുടെ കൂടെയാണ്. പിന്നെ എനിക്കൊരു മോനുണ്ട്, അമ്പാടി. പിന്നെ 2ാമത്തെ ചേച്ചിയുണ്ട്, ചേച്ചി കല്യാണം കഴിഞ്ഞ് സെറ്റിലാണ്. മോളുടെ പേര് കാർത്തിക. ഇതല്ലാതെ ജോലി ചെയ്യണ്ട? ഇല്ല, ഞാൻ ഹോട്ടൽ മാനേജ്മെന്റാണ് പഠിച്ചത്. എന്നിട്ട് ജോലി പ്രോഗ്രാംസ് ഒത്തിരി ഉള്ളതുകൊണ്ട് പിന്നെ അതിന് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. അശ്വതി പഠിച്ചാണോ സംഗീതം? ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ ദാസാറിന്റെ മുന്നിലിരുന്ന് പാട്ട് പഠിക്കാനുള്ളൊരു വലിയ ഭാഗ്യവും കിട്ടിയിട്ടുണ്ട് എനിക്ക്. തരംഗിണിയിലോ? തരംഗിണിയിലാണ് ഞാൻ പഠിച്ചത്. 3 വർഷത്തോളം തരംഗിണിയിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. അല്ലാതെ കുഞ്ഞിലെയും കുറെ നാൾ പഠിച്ചിട്ടുണ്ട്. അശ്വതി ചോദിക്കുന്നതിൽ വിഷമം വിചാരിക്കരുത്. എന്താണ് ഹസ്ബൻഡിന് എന്താ പറ്റിയത്? എന്താ? എന്റെ ഹസ്ബൻഡിന് ഒരു 4 വർഷത്തോളം ഡയാലിസിസിലായിരുന്നു. കിഡ്നി ഫെയിലിയർ ആയി ഡയാലിസിസ് ചെയ്തു. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം. അല്ല, അശ്വതിയുടെ ഒരു പ്രത്യേകത ഭയങ്കര പ്രസന്റബിൾ ആണ്. ഫേസ് വളരെ പ്രസന്നമായിട്ട് നിന്നിട്ടാണ് പാടുന്നത്. കാരണം ബുദ്ധിമുട്ടുള്ള വരികൾ പാടുമ്പോഴും മുഖത്തൊരു ചിരിയുണ്ട്. കണ്ണ് തുറന്നു വെച്ചിട്ടാണ് പാടുന്നത്. ആരെങ്കിലും അങ്ങനെ ട്രെയിനിങ് തന്നിട്ടുണ്ടോ ഈ സ്റ്റേജിൽ എങ്ങനെ നിൽക്കണമെന്ന്? സാധാരണ ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ ഒരു ഗ്രൂമിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി കൊടുക്കാറുണ്ടല്ലോ. എനിക്ക് സംഗീതം ജീവനാണ്. അപ്പൊ അതിൽ എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് വലിയ ആഗ്രഹമാണ്. പിന്നെ എൻ്റെ ഈ അവസ്ഥകൾ കൊണ്ട്, എൻ്റെ ഈ പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇത്രയും നാള്. ഒരു കലാകാരൻ എപ്പോഴും വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ അത് ആൾക്കാർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും ഡൗൺ ആയി പോകും. പക്ഷെ അശ്വതി അങ്ങനെയല്ല. ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു മാതൃക തരികയാണ്. അശ്വതി പിന്നെ പ്ലേബാക്ക് സിംഗിങ് അങ്ങനെ ഞാനിപ്പോ 2 സിനിമയിൽ പാടി. ഈ വർഷം അത് പുറത്തിറങ്ങുമെന്നാണ് വിശ്വാസം. തീർച്ചയായും ഇറങ്ങട്ടെ. ഈ പറഞ്ഞ പോലെ തിരിച്ചു വരവ് ഒരു ഗംഭീരമാവട്ടെ. ഈ ഫ്ലോറും അതിനുള്ള ഒരു തുടക്കമാവട്ടെ. അതെ അതെ. അടുത്ത ഏതാ പാട്ട്? മണിക്കുയിലെ.
3 പാട്ടും അല്ലേ അതെ, അതെ, അതെ. ഒന്നിനൊന്ന് മെച്ചം. മികച്ചത്, ഒന്നിനൊന്ന് മെച്ചം. അടിപൊളി. അശ്വതിക്ക് നല്ല കൈഡി കേട്ടോ. അശ്വതി എങ്ങനെയാണ് ഇങ്ങോട്ട് സെലക്ഷൻ കിട്ടിയത്? എങ്ങനെ ആരാണ്? ഞാൻ ഒരുപാട് ഈ ഫ്ലവേഴ്സിന്റെ ഒരുപാട് പ്രോഗ്രാംസിന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഒരു അവസരം എനിക്ക് കിട്ടിയത്. അത് ആരാ തന്നതെന്നാ ഞാൻ ചോദിക്കുന്നത്. ആരാണ്? എന്റെ സുഹൃത്ത് ലെനിൻ വഴിയാണ് എനിക്ക് ആ ഒരു അവസരം. അതാണ് ചോദിച്ചത്. അത് ഏറ്റവും വലിയ പുണ്യമാണ് ലെനിൻ കാണിച്ചത്. കാരണം ഈ ശബ്ദം ഇപ്പൊ പാട്ട് ഇഷ്ടമല്ലാത്തവരായിട്ട് ലോകത്ത് ആരും ഉണ്ടാവില്ല. എല്ലാവരും പാടാൻ ശ്രമിക്കാറുണ്ട്, പാട്ടുകാരാവാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ലോകം മുഴുവൻ അശ്വതിയെയും ഇഷ്ടപ്പെടട്ടെ ഈ പാട്ടിലൂടെ. തീർച്ചയായിട്ടും. ഓൾ ദി ബെസ്റ്റ്. അല്ല, ഇനിയിപ്പം അശ്വതിയുടെ ഒരു തിരക്കങ്ങ് തുടങ്ങുകയാണ്. ഈ വേദിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു തിരക്കങ്ങ് തുടങ്ങുകയാണ്. അത്ര മനോഹരമായിട്ട് പാടുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് നേരെ ഞാൻ മൂകാംബികയ്ക്കാണ് പോകുന്നത്. ആഹാ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. എന്റെ ഫാമിലി എല്ലാം വന്നിട്ടുണ്ട്. ഇപ്പൊ കൂടെ ഉണ്ടോ? ഇല്ല, ഇവിടെ വന്നിട്ടില്ല, റൂമിലാണ്. അപ്പൊ ഞങ്ങള് നേരെ നാളെ മൂകാംബിക അമ്മയെ കാണാൻ ആദ്യമായിട്ട് പോവാണ് ഞാൻ. ഓ, അപ്പൊ ഇവിടത്തെ എനർജി ലെവലിൽ നിന്ന് മറ്റൊരു എനർജി ലെവലിലോട്ടാണ് പോകുന്നത്. അതെ. ഇപ്പൊ ആരാ അശ്വതിയുടെ കൂടെ വന്നിരിക്കുന്നത്? എന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ ഇങ്ങോട്ട് വരുമോ? വിളിച്ചാ? തീർച്ചയായിട്ടും. ഒരുപാട് സ്നേഹത്തോടെ സന്തോഷ് കുമാർ ചേട്ടനെ ഇങ്ങോട്ട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എന്റെ കുഞ്ഞുനാള് മുതൽ എന്നെ യുവജനോത്സവത്തിനൊക്കെ കൊണ്ടുപോകണ എന്റെ അച്ഛനാണ്. അച്ഛനെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്റെ ഈ പാട്ടിന്റെ കാര്യത്തില്. അച്ഛനെ കണ്ടാൽ തന്നെ നമുക്ക് പാട്ട് വരും. അത്ര ഐശ്വര്യമുള്ളൊരു അച്ഛൻ. അച്ഛൻ എന്ത് ചെയ്യുന്നു? ഓട്ടോ അവിടെ ബാലരാമപുരം തന്നെ. ഓ, ശരി. കുഞ്ഞുനാള് മുതലേ എല്ലാത്തിനും കൊണ്ടു നടക്കുന്ന അച്ഛനല്ലേ? ആ, ഇപ്പൊ നമ്മൾ അങ്ങനെ കുഞ്ഞുനാള് പോലെ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയി. ഇപ്പൊ ഫ്ലവേഴ്സിൽ വരെ കൊണ്ടെത്തിച്ചു. അല്ല, അച്ഛൻ എന്തെങ്കിലും അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ അച്ഛൻ? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതൊരു അച്ഛന് മാതാപിതാക്കളുടെ ഒരു ആഗ്രഹമാണ്, അവരുടെ ഒരു ഇഷ്ടമാണ് അത് അങ്ങനെ കൊണ്ടു നടക്കുന്നത്. അല്ല, അച്ഛനെ എന്നും അഭിമാനിക്കാനുള്ള ഒരാള് ഇനി അങ്ങോട്ട് ഇരട്ടി അഭിമാനിക്കാം. കാരണം ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ അശ്വതിയുടെ ഒരു മൊമെന്റാണിത്. ജീവിതത്തില് ദൈവം തിരഞ്ഞെടുത്ത ഒരു മൊമെന്റാണിത്. ഇതിലൂടെ പലരുടെയും ഹൃദയത്തിലേക്ക് ചെല്ലും, പലരും ക്ഷണിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും അച്ഛൻ്റെ കഷ്ടപ്പാടിൻ്റെ ഒരു പരിസമാപ്തി എന്ന് പറയാം. ഇവിടുന്ന് അച്ഛൻ ഇനി ഓട്ടോറിക്ഷയിലല്ല, വിമാനത്തിലായിരിക്കും യാത്ര ചെയ്യാൻ പറ്റുന്നത്. ഈ ഫ്ലോറിൽ ഇപ്പൊ ഇത്തിരി വൈകിയാണ്, കുറെ അപേക്ഷിച്ചിട്ട് ഇപ്പോഴാണ് കിട്ടിയെന്ന് പറഞ്ഞു അശ്വതി. എനിക്ക് തോന്നണത് ഇപ്പോഴാണ് ആ സമയം വന്നാക്കുന്നത്. കാരണം ഈ മൂകാംബിക എന്ന് പറഞ്ഞാൽ എത്ര കോടിക്കണക്കിന് രൂപ നമ്മുടെ കയ്യിലുണ്ടായാലും അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റൂല. അമ്മ വിചാരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു സമയമുണ്ട്, ആ സമയത്താ നടക്കുള്ളത്. അപ്പൊ ഈ 2 സമയം ഒത്തു വന്നാക്കണം. ഫ്ലവേഴ്സിൽ നമുക്ക് കുറെ അപേക്ഷിച്ചിട്ടും ഇപ്പോഴാണ് എത്തിച്ചേർന്നത്. അതുവഴി നേരെ മൂകാംബികയ്ക്ക് പോവുകയാണ്. അപ്പൊ എന്തായാലും 2026 തുടങ്ങുമ്പോൾ അശ്വതിയുടെ സമയമായിരിക്കും. അല്ല, അച്ഛൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ കയറുന്നത്. മോളും ഇഷ്ടം പോലെ വേദികളിൽ കയറിയിട്ടുണ്ട്. അപ്പൊ മോളുടെ ആ ഭാഗ്യത്തിലൂടെയാണ് അച്ഛൻ ഇപ്പൊ വേദിയിൽ കയറിയത്. കിട്ടിയത് തന്നെ ഏറ്റവും നമുക്ക് എന്തായാലും ഒത്തിരി സന്തോഷം. അശ്വതി എന്ന് പറയുന്ന ഒരു പ്യുവർ ടാലന്റിനെ പരിചയപ്പെടാൻ സാധിച്ചതിൽ. ഇവരൊക്കെ പറഞ്ഞ പോലെ 2026 അശ്വതിയുടെ വർഷമാകട്ടെ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്ലേ ബാക്ക് ക്വാളിറ്റി ഉള്ള സൗണ്ടാണ്. അടുത്ത വർഷം കുറെ പടങ്ങൾ അതിൽ സിനിമയിൽ പാടാൻ പറ്റും. കാതോട് കാതോരം എന്ന് പറഞ്ഞ പാട്ട് കറക്റ്റ് റെക്കോർഡിങ് കിട്ട പോലെ ഉണ്ട്. നമുക്ക് 3 പാട്ടും ഗംഭീരമായിരുന്നു. പക്ഷെ കാതോട് കാതോരം കറക്റ്റ് നമ്മൾ റെക്കോർഡ് കേൾക്കുന്ന പോലെ തന്നെ പാടിയിരുന്നു. 3 പാട്ടുകളും ഗംഭീരമായിരുന്നു. എനിക്ക് എൻ്റെ അച്ഛൻ്റെ, അമ്മയുടെ, പിന്നെ ഗുരുക്കന്മാരുടെ, പിന്നെ എൻ്റെ സുഹൃത്ത് ലെനിൻ്റെയൊക്കെ ഒരു അനുഗ്രഹമാണ് ശരിക്കും ഈ വേദിയിൽ വന്ന് നിൽക്കാൻ പറ്റിയത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അടുത്ത പ്രാവശ്യം അശ്വതിയെ ഫ്ലവേഴ്സിന്റെ കുടുംബത്തിലേക്ക് വെൽക്കം ചെയ്യുമ്പോൾ പ്ലേ ബാക്ക് സിംഗർ അശ്വതി എന്ന് പറഞ്ഞ് വെൽക്കം ചെയ്യാൻ. ഓൾറെഡി ആണോ 2 സിനിമ പാടിയല്ലോ? അല്ല, ഞാൻ പറഞ്ഞ കുറച്ചുകൂടെ ഒരു ലൈക്ക് ആ സമയത്തെ ട്രെൻഡ് ഫോളോ ചെയ്യുന്ന, ആ സമയത്ത് ആൾക്കാർ ജനങ്ങളിലേറ്റുന്ന അങ്ങനത്തെ ഒരു സിംഗർ ആവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ ആഗ്രഹിച്ചാൽ പോരാ, ഇങ്ങനെ ആഗ്രഹിക്കണം. ഓക്കെ, അങ്ങനെ വളർന്ന് വലുതായി പടർന്ന് പന്തലിച്ചൊരു അശ്വതി ഞങ്ങൾക്ക് കാണാൻ പറ്റട്ടെ. ഓക്കെ, കൂടെ അച്ഛനെ താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഇനി കാണാം. എല്ലാവർക്കും നന്ദി, സന്തോഷം. നല്ലൊരു കൈഡ് അശ്വതിക്ക്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ പുതിയൊരു കോമ്പിനേഷൻ, പുതിയൊരു ടീം SSS. സുധീഷ് മുല്ലൂര്, ശ്യാം, നമ്മുടെ സന്ധി ചേച്ചി. ഒരു നല്ല കൈഡ് കേട്ടോ. കൊള്ളാം, നന്നായിരിക്കണേട്ടാ.
നല്ല കസർത്ത്. എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്ന ഏട്ടാ. എന്താ ഒരു കാര്യം പറയട്ടാ, ഇതും കൂടെ കുട്ടി 16ാമത്തെ നിക്കറാണ്. ഇനി ഈ നിക്കറും കൂടെ കീറിയിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് തച്ചേരാൻ പറ്റൂല. പറഞ്ഞേട്ടല്ലേ? പല പ്രാവശ്യം നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വ്യായാമം ചെയ്യുമ്പോൾ എന്നെ ഒന്ന് ശല്യം ചെയ്യരുത്. നീ നിന്റെ കാര്യം നോക്കി പോയാ വ്യായാമം. എന്റെ ചേട്ടാ, ഇങ്ങനെ കിടന്ന് കസർക്കരുത്. അപ്പുറത്തെ വീട്ടിലെ ഉഷ എന്റെ അടുത്ത് ചോദിച്ചെന്തെന്നറിയാമോ? നിന്റെ വീട്ടിലെ പുതിയ പോത്തിനെ വാങ്ങിച്ചത്. എന്നെ പോത്തെന്ന് വിളിച്ചാ? എന്നിട്ട് നീ അതും കേട്ട് ഇങ്ങോട്ട് വന്ന ഒരു വാക്ക് സംസാരിച്ചോളൂ നിനക്ക്? അതും കേട്ടുകൊണ്ട് ഞാൻ ഇവിടെ വരും നിങ്ങക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ചോദിച്ചവളടുത്ത്, എടി പോത്തിനെയും കാളയും കണ്ടാ നിനക്ക് തിരിച്ചറിഞ്ഞൂടെ എടിന്ന്? ഇതാണ് വീട്ടിലും അപമാനം, നാട്ടിലും അപമാനം. എന്ത് ചെയ്യൂന്ന് പറ ഭഗവാൻ. എന്തോന്ന് മണക്കണത് ഇവിടെ? മണക്കുന്നത് എടേ, ഞാനേ കാച്ചി എന്നെ അടുത്ത് കയ്യിലും കാലും തേച്ച്. കാച്ചി എണ്ണേ? അത് ഇവിടെ കിട്ടി നിങ്ങക്ക്? അടുക്കള സ്ലാവിന് പുറത്തിരിക്കില്ലേ കാച്ചി എണ്ണ? എന്റെ ഭഗവാനെ, ഇന്നലെ ചാള മീൻ പൊരിച്ചിട്ട് ഞാൻ വെച്ച ഹോളിക്സിനകത്ത് വെച്ചിട്ട് മീൻ പൊരിച്ച എണ്ണയാ മനുഷ്യ ഇത്. മീൻ പൊരിച്ച എണ്ണയായിരുന്നു ഇത്? ചുമ്മാ അല്ല, കുറിഞ്ഞിപ്പൂച്ചന്റെ പിറകെ കിടന്ന് കറങ്ങി. ചായ കുടി അങ്ങോട്ട്. ഇതെന്തോന്നാണിത്? ഇതിനകത്ത് എറുമ്പ് കിടക്കുന്ന കണ്ട? പണ്ടുള്ളവര് പറയൂലേ, ഉറുമ്പൊക്കെ കഴിച്ചെന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല, കണ്ണിന് കാഴ്ചശക്തി കൂടെയല്ലേ ഉള്ളൂ. എടാ, ഈ മണ്ടത്തരം നിന്റെ അടുത്ത് ആരാണ് പറഞ്ഞു തന്നത്? ഈ ഉറുമ്പിന് കാഴ്ച വിട്ടായിരുന്നു ഈ ചായയിൽ വന്ന് വീണ് ചാവുമായിരുന്ന? ഈ കപ്പിന് സൈഡിൽ കൂടെ ഇറങ്ങി പോകില്ലായിരുന്നു? ഇത് കുടിച്ചു കഴിഞ്ഞാൽ എന്റെ കാഴ്ച പോകും. നിങ്ങളടുത്ത് കള മനുഷ്യ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് ഈ പഴം മതി. നല്ല നല്ല നാടൻ പഴം. ഇതാണ് കഴിക്കേണ്ടത്, അല്ല വേറൊന്നുമല്ല കഴിക്കേണ്ടത്. ഓ, എനിക്ക് വേണ്ടേ. നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിക്കണ ഈ പഴവും പെറ്റി കിടക്കണ പട്ടിയിലെ കൂട്ടി പോയി കൈയിടുന്നത് ഒരുപോലെ തന്നെ. രണ്ടും എപ്പോഴും വേണോ കടിക്കാന്ന്? സർത്ത് അളിയ, ഞാൻ സത്യപ്രഭുവിന്റെ വീട്ടിൽ വന്നു. എന്റെ അടുക്കള വശത്ത് നിന്ന കൊല അവൻ വെട്ടിക്കൊണ്ട് വന്നു. ഒരു കൂട്ടുകാരൻ കാണിക്കേണ്ട പരിപാടിയാണോ കാണിക്കുന്നത്? സ്വന്തം കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് കൊല വെട്ടിക്കൊണ്ട് വന്ന് അവനാണെന്നൊരു 50% ഞാൻ ഉറപ്പിച്ച്. നോക്കിക്കോ, ആ കാളാമണ്ടത്തിന് തന്നെ ഞാൻ അവന് ചെവുക്കലുകളൊക്കെ 2 അടി കൊടുത്തില്ലെങ്കിൽ നോക്കിയോ. കന്നിമാസോടെ അങ്ങനെ പറഞ്ഞ അല്ല, ആ സമയങ്ങളാണ് പട്ടികൾക്ക് ഇങ്ങനെ ഇളകണത്. ആരിത്? ഞാനല്ലല്ലോ ഇന്നലെ ഞാൻ മെനങ്ങാന്ന് വന്നപ്പോ നീ അല്ലേ ഇവിടെ വന്നിട്ട് ചാർജിലെന്ന് പറഞ്ഞത്? അപ്പൊ ഞാൻ അവിടെ വന്നല്ലേ. ഡയലോഗ് കറക്റ്റ് പഠിച്ചു നീ, പക്ഷെ നിന്റെ എക്സ്പ്രഷൻ പൊളിയുന്നു. നല്ല പേടിയുണ്ട്. കൃഷ്ണമണിയെ കണ്ടോ സൗരയുധം കറങ്ങുന്ന പോലെ കിടന്ന് കറങ്ങുന്നേ? എന്തു കാണിക്കു കൂട്ടുന്നത്? എന്താ ഉരുട്ടി കയറുന്ന മസിൽ കണ്ട ഉരുട്ടി കയറുന്നുണ്ടാ? പാവം പിടിച്ച് എന്റെ കൊലയും വെട്ടിക്കൊണ്ട് വന്നിട്ട് ഉരുട്ടി കയറ്റണല്ലേ? ഞാൻ തരുന്നുണ്ട് നിനക്ക്. എന്തോന്നാ നീ സംസാരിക്കുന്നത്? 50% സത്യപ്രഭു, നിനക്ക് ഇച്ചിരി കൊതിയുള്ളതുകൊണ്ട് നീയാണെന്ന് ചില കാര്യങ്ങൾ കൺഫേം ആയിട്ടുണ്ട്. എന്തോന്നാണ് പറഞ്ഞു വരുന്നത്? എനിക്ക് കൺഫേം ആയിട്ട് ചില കാര്യങ്ങൾ അറിയണം. നീ എന്തായാലും എന്റെ അടുത്ത് മറക്കുന്നുണ്ടോടാ? ഇല്ല, കള്ളം പറയല്. മറക്കുന്നുണ്ട്? എന്ത് ഒരു കാര്യം മറക്കുന്നില്ലല്ലേ? നിനക്ക് എന്നെ പണ്ടേ അറിയായിരുന്നല്ലേ. എന്റെ ജീവിതത്തിൽ ഞാൻ തുറന്ന പുസ്തകമാണ്. ഇന്ന് ആ പുസ്തകത്തിൽ നിന്ന് പേജ് ഞാൻ വലിച്ചു കീറും. സത്യം ഞാൻ അറിയട്ടെ. എന്തോന്നരാ നീ മെനഞ്ഞാന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയപ്പോ ഒന്ന് എന്തെങ്കിലും എടുത്തോണ്ടായിരുന്ന പോയാ? ഇല്ല, എടുത്തോണ്ട് പോയില്ലല്ലേ? സത്യം പറഞ്ഞു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്റെ അടുത്ത് സംസാരിക്കണം. എനിക്ക് നിന്റെ അടുത്ത് കാര്യങ്ങൾ. സാവിത്രി വിളിക്കുന്നത്? പ്രധാനമന്ത്രിയായിരിക്കുന്നത് ഇവൻ വന്നതിന് എന്തിനാണ് ഇങ്ങനെ അലറി വിളിക്കണത്? ഇത് വലിയ പുതുമയൊന്നും ഇല്ല. ഭാര്യയെ കറക്റ്റ് എൻട്രി എല്ലാം മാറ്റി വിളിക്കുമ്പോഴേ എനിക്കറിയാം. നല്ല പേടിയുണ്ടല്ലോ നിനക്ക്. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇവന്റെ ആത്മാർത്ഥ സുഹൃത്ത് എന്നെ ചതിക്കൂലെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഒരിക്കലും ഇല്ല. എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. കഴിക്കാൻ വല്ലതൊക്കെ ഉണ്ടോ? ദോശ ഉണ്ടോ? ഇല്ലടാ. ഇഡലി ഇല്ല. പൊറോട്ട ഇല്ല. ഇവിടെ ഒരു പഴം ഇല്ലടാ. അയ്യോ, പഴമുണ്ട്. 60% 60%. 50 തിന്നടാ. എങ്ങനെ കിടന്ന് കാറ്റത്താടിക്കൊണ്ട് കിടന്ന സാധനമാണ്. 1 2 3 4 അണ്ണ. തിന്നു മക്കളെ, തിന്നു. 2 എണ്ണം മക്കളെ. എന്റെ പഴം താ എനിക്ക് തന്നെ തരുന്നു. അയ്യോ, ഒരു പഴം എനിക്ക് തരും. ഉള്ളതേ 2 എണ്ണം. അതിൽ നിന്ന് 1 എണ്ണം തട്ടിപ്പറിച്ചോണ്ട് പോവുകയും ചെയ്ത്. ഇങ്ങനെ ഒരു കൊല തിന്നാ കൊതി തീരാത്തൊരുത്തൻ. ഈ പഴം കണ്ടപ്പോഴാണ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത്. ഈ തട്ടിപ്പറിച്ചോണ്ട് പോവുക എന്ന് പറഞ്ഞൊരു സംഭവം പണ്ട് ചരിത്രകാലത്തെ ഉണ്ട്.
പണ്ട് വാസ്കോഡഗാമ കോഴിക്കോട് വന്നിറങ്ങി നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങൾ ഇതുപോലൊക്കെ തട്ടിപ്പറിച്ചോണ്ട് പോയിട്ടുണ്ട്. ഈ കള്ളത്ര ആരാ നിന്നെ പഠിപ്പിച്ചത്? ഇത്രയും പൈസ ഒരു സായിപ്പ് വാസ്കോഡഗാമ സുഗന്ധവ്യഞ്ജനം തട്ടിക്കൊണ്ടുപോകാൻ വന്നതല്ലെന്ന്. പിന്നെ കോഴിക്കോട് എന്തിനു വന്നത്? കോഴിക്കോടത്ത് അലുവ തിന്നാൻ. പിന്നല്ലാതെ അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ആലപ്പുഴ ഇറങ്ങിയ കയർ മേടിച്ചിട്ട് വെക്കൂടായിരുന്ന. നോക്കൊരു ചരിത്ര പുരുഷനെ ഇവൻ അലുവ കൊതിയനാക്കി വിട്ടത്. അവന്റെ കൊതി അവയാളെ മണ്ട അടിച്ചേപ്പിക്കണ്. അല്ല ഞാൻ ഇതും കൂടി അങ്ങോട്ട് തിന്നടാ. തിന്നടാ. നിനക്ക് എന്താണ് വീട്ടിൽ വന്നിട്ട്? തിന്നടാ, ഇതും കൂടി തിന്നടാ. നീ എന്താണ് സംസാരിക്കുന്നത് ആവശ്യമില്ലാതെ? സാവിത്രി, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണ്. എന്റെ വീട്ടിൽ ഞാൻ പൊന്നേ കരള എന്ന് പറഞ്ഞ കൊലയപ്പം വെട്ടിക്കൊണ്ട് വന്ന്. നീ ഞാനാ? ആ, അങ്ങനെ ഓവർ ആക്ഷൻ നീ തട്ടിക്കൊണ്ട് വന്നു. ഞാൻ എടുത്തിട്ടില്ലെന്ന്. നീ വെട്ടിക്കൊണ്ട് വന്നടാ. ഞാൻ എടുത്തിട്ടില്ല. ഞാൻ കണ്ടു. ഞാൻ കൊല വെട്ടിക്കൊണ്ട് വരുന്ന കണ്ടു. കൊല വെട്ടിക്കൊണ്ട് വരുന്ന ഞാൻ കണ്ടു. നീ കൊല വെട്ടിക്കൊണ്ട് വരുന്ന ഞാൻ കണ്ടു. നിനക്കൊക്കെ എന്താണ് മുതുക്കളെ? ഞാൻ എടുത്തില്ലെന്നാണ് പറഞ്ഞത്. മര്യാദ എടുത്ത്. നീ നല്ല കൊതിയനാ, എനിക്കറിയാം. നീ എടുത്ത്. എനിക്ക് അങ്ങനെ ഒരു കൊതിയൊന്നുമില്ല. എനിക്ക് ഇതുവരെ ഒരു കൊതിയും വന്നിട്ടില്ല. ആര് കൊതിയ? ഇവൻ കൊതിയനാണ്. ഈ ഇടയ്ക്ക് സുധയുടെ മോടെ ബർത്ത്ഡേക്ക് നമ്മൾ ചെന്ന് അവിടെ ചെന്നപ്പോ ഒരു പീസ് കേക്ക് എവന് കൊടുത്ത് ഇവ ആ കേക്ക് നിന്നിട്ട് കണ്ട മുണ്ട് ഇങ്ങനെ വെച്ച് തുടച്ച് രണ്ടാമത് ഒരു കേക്ക് തന്നു. അത് നിന്നിട്ട് മുണ്ട് ഇങ്ങനെ തുടച്ചപ്പോ ഈ മുണ്ടി നല്ല മധുരം. പിന്നെ ഞാൻ കാണുന്ന മാറി നിന്ന് നോക്കിയപ്പോ ഇവൻ ഡബിൾ മുണ്ട് അവിടെ ഇരുന്ന് തിന്നുവാ. എലികൾ ഇങ്ങനെ നോക്കിയിരിക്കണ്. അതുപോലെ കൊതിയനാണ്. അപ്പൊ നീ തന്നെ എടുത്തത്? ഞാൻ എടുത്തില്ല. നീ എടുത്തു. എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ പറ. CC ക്യാമറയിൽ വന്നിട്ടുണ്ടല്ലോ. അതിന് നിന്റെ വീട്ടിൽ CC ക്യാമറ ഇല്ലല്ലോ. എന്റെ അമ്മായിമ്മ ഓമനെ കണ്ടോ? അവരാണ് ആ നാട്ടിലെ ഏറ്റവും വലിയ CC ക്യാമറ. അവര് പറഞ്ഞായിരുന്നല്ലോ എന്റെ കൊലയും എടുത്തോണ്ട് ഉച്ചിയിൽ മുടിയില്ലാത്ത ഒരുത്തം പോയെന്ന്. എന്റെ കൂട്ടുകാരന്മാര് ഉച്ചി മുടിയില്ലാത്ത ഒരുത്തം നീ മാത്രമേ ഉള്ളൂ. അപ്പൊ നീ തന്നെ എടുത്തത്. നിന്റെ അടുത്ത് അന്നേ പറഞ്ഞ മുടി ഫിക്സ് ചെയ്യാൻ പൈസ തരായി. ആരെ കൂടി തൂക്കിട്ടോടെ നടന്നോ? ഇപ്പൊ ഞാൻ പറയുമായിരുന്നു. ഞാൻ എടുത്തില്ല. ആര് പറഞ്ഞു ഞാൻ എടുത്തെന്ന്? എടുത്തില്ലേ? ഇല്ല. കള്ളം പറയും. നീ എടുത്തില്ലടേ. 60% 70 ആക്കാൻ എടുത്താ? എന്റെ ചേട്ടാ അങ്ങനെയൊന്നും ചെയ്യൂല. അത്ര വിധാനം നീ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് ഓർഡർ. പോലീസ് വരട്ടെ. ഇല്ലെങ്കിൽ ഞാൻ പറയാം, പോലീസ് വന്ന് ഇവിടെ ജീപ്പ് കൊണ്ടുവന്ന് നിർത്തട്ടെ. ഒരു കൊലയ്ക്കാ അവര് വന്ന് ലാത്തിക്ക് അടിക്കും. ഒരു കൊലയ്ക്കാ അവര് തൂക്കിക്കൊല്ലാൻ കേസ് കൊടുക്കും. ഒരു കൊലയ്ക്കാ. നീ എടുത്താടേ? ഇല്ല. പിന്നെ ഇങ്ങനെ ഇല്ലടാ. നല്ല പേടിയുണ്ട്. എനിക്ക് ഒരു പേടിയില്ല. ഞാൻ എടുത്തിട്ടില്ല. എടുത്തിട്ടില്ല. ഉറപ്പാണല്ലേ? ഉറപ്പാണ്. നീ നിന്റെ കാര്യം നോക്കി പോകാൻ നോക്ക്. നീ അവന്റെ കൂട്ടൊന്നും കൂടുലാട്ടെ. ഭയങ്കര കള്ളുടിയാണ്. നീ പറയണം. എന്നെ പറഞ്ഞു വിലക്കണം. നീ ഞാൻ ഇല്ല. ഒന്ന് ചേർന്ന് നിൽക്കണേ. ചേർന്ന് നിൽക്ക്. എന്തിനാ ഫോട്ടോ എടുത്തത്? അല്ല, എങ്ങനെ തീരുന്നെന്ന് പറയാൻ പറ്റും. ചിലപ്പോ വണ്ടി ഇടിച്ചായിരിക്കും, അല്ലെങ്കിൽ വീടിടിഞ്ഞ് വീണാ. അത് അതിനുമ്പ് എടുത്തു വെച്ചതാ. എന്തിന്? ഒരു കൊല എന്റെ മോഷണം പോയെന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ അമ്പലത്തിൽ നേർച്ച പറഞ്ഞ കൊലയാണ്. ആ കൊലയെടുത്ത് തിന്നവൻ രക്തം കക്കി ചാവും. ചാവട്ട്. നിനക്ക് തോന്നി പെണ്ണെ? നീ എന്തിനാ പേടിക്കണേ? പേടിച്ചില്ലല്ലോ. എടുത്താ? ഞാൻ എടുത്തിട്ടില്ല. നമ്മൾ അന്ന് പ്രസാദിന്റെ വീട്ടിൽ അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ടി ഒരു കോഴിയെ വളർത്തിരുന്ന്. അത് മനോജ് അടിച്ചോണ്ട് പോയാ. 3-ാം പക്കം ആയപ്പം അവൻ കിടക്കുന്ന സമയത്ത് അവന്റെ ഈ 2 സൈഡിലും തൂവല് വന്ന മുട്ടയിട്ട. രാവിലെ എഴുന്നേറ്റ് അവൻ കൂവിയാ. അങ്ങനൊക്കെ ബലം ഉണ്ടാവും. നിന്റെ കെട്ടിയോൻ കൊലയും കൊണ്ടാണ് പോയേക്കുന്നത്. നോക്കിക്കോ, 3-ാം പക്കം അവന്റെ 2 സൈഡിൽ നിന്ന് ഇല വരും, കഷത്തിന്ന് കൂമ്പ് വരും, ദാണ്ടെ നെറ്റിയില് പഴം വരും. പറഞ്ഞോണ്ട് നടക്കാല്ല ഭർത്താവ് വാഴയാണെന്ന്. അതിപ്പോഴും പറയാൻ ആളുകള്. സാവിത്രി, എന്തെങ്കിലും പ്രതിവിധി ഉണ്ടാ? ഒന്ന് പറഞ്ഞാടാ. പ്രതിവിധി എന്തിനാ? നീ എടുത്തില്ലല്ലോ. അപ്പൊ പ്രതിവിധി വേറെ അടുത്ത് പറഞ്ഞു. അല്ല, ആരെങ്കിലും ഇങ്ങനെ എടുത്തു വന്ന് പറയുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കാമല്ലോ. ഞാൻ പറഞ്ഞു ഇതുപോലെ അങ്ങ് ഗുജറാത്തിലും മധ്യപ്രദേശിലുള്ള തന്ത്രിമാരെ ഞാൻ വിളിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു എന്റെ വീട്ടിൽ നിന്ന് കൊല മോഷണം പോയി പ്രതിവിധി ഉണ്ടോന്ന് പറഞ്ഞു. അവര് പറഞ്ഞു എന്തോ അറിയുമോ? എടുത്തോണ്ട് പോയ അതേപോലത്തെ ഒരു 3 കൊല തലയിൽ വെച്ചിട്ട് അവന്റെ വീട് മുതൽ അമ്പലം വരെ വെളുപ്പാങ്കാലം ഒരു 5:30-6 മണിക്ക് ഇങ്ങനെ നടക്കണോന്ന്. അത് കുഴപ്പമില്ല. അതുകൊണ്ട് പോവാം. അത് ഈസിയുള്ള പരിപാടിയാണ്. വെറുതെ പോയാ പോരാ. പിന്നെ ഈർന്നണിഞ്ഞ് നഗ്നനായിട്ട് പോണം ഇങ്ങനെ കൊലയും പിടിച്ചോണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. ഈ കൊല എടുത്തിട്ടുണ്ടെങ്കിൽ അവനും അവന്റെ തലമുറ നശിച്ചു കൊണ്ടാണെങ്കിൽ ക്ഷമിക്കണം. ഞാൻ തന്നെ കൊല എടുത്തു. നീ പിന്നെ എടുത്തില്ല. ഇത്ര നേരം കള്ളം പറഞ്ഞ് നീ എടുത്താ? എടുത്തല്ലടാ. നീ ഇത്രയും നേരം ടെൻഷൻ അടിച്ചാ എനിക്കത് വേണം എന്നിട്ട് പറയാതെ ഒളിച്ചു വെച്ചോണ്ടിരുന്നല്ലേ? കണ്ട, യവനാണ് കൊലയെടുത്തത്. എന്തെങ്കിലും ഒരു പ്രതിവിധി ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഈ അമ്പലത്തിൽ കൊടുക്കാന്നൊക്കെ പറഞ്ഞ് വെറുതെ പറഞ്ഞതാ. നീയാണെന്ന് അറിയാൻ വേണ്ടി എന്ന് പറഞ്ഞതാ. എന്റെ ഉയരങ്ങ് പോയി ഭഗവാനെ. ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം. ഒരിക്കലും കൂട്ടുകാരനായാലും അന്യന്റെ മുതൽ നീ ആഗ്രഹിക്കരുത്. അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത് അല്ലേ? അത് മാത്രമല്ല, അന്യന്റെ വീട്ടിൽ ഇരിക്കുന്ന കൊലയും ആഗ്രഹിക്കരുത്. സത്യപ്രഭു. ഓ
ടീം പുതിയ ട്രിപ്പിൾ എസിന് ഒരു നല്ല കൈയടി. ഇവര് 3 പേരും പേര് ട്രിപ്ലസ് ആണല്ലോ. അതെ, അതെ. ഇവർക്ക് ഈ സ്കിറ്റിലെ ക്യാരക്ടേഴ്സിന് ഇട്ട പേരും എസ് വെച്ചാണ് തുടങ്ങുന്നത്. 3 പേരുടെ. തിരിച്ചേട്ടാ വെൽ റിഹേഴ്സ്ഡ് ആയിരുന്നു. ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല, ഒരു ക്ലാഷ് ഉണ്ടായിരുന്നില്ല, ടങ് സ്ലിപ്പുകളൊന്നും വന്നില്ല. കോമഡിയുടെ കുറച്ച് അസ്കിത ഉണ്ടായോ എന്ന് മാത്രം ഒരു സംശയമുണ്ട്. സംഭവം കഥയുണ്ടായിരുന്നു, അതിന് ക്ലൈമാക്സ് ഉണ്ട്, തിരക്കഥയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് എന്താന്ന് പറഞ്ഞാൽ പുട്ടിന് പീര പോലെ കോമഡികൾ വരിക എന്നുള്ളതാണ്. നമ്മൾ ഇതുപോലെ ഒരു പ്രോഗ്രാമിന് നമുക്കത് അത്യാവശ്യമാണ്. പക്ഷെ അത് മാത്രമേ കുറവുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എല്ലാവരും 3 പേരും ഒരേപോലെ പെർഫോം ചെയ്തിട്ടോ അത് അപ്രീഷിയേറ്റിൻ്റെ കാര്യം തന്നെയാണ്. കാരണം എന്താണോ അതിൽ 100% ഉള്ളതിൽ 100% സിൻസിയറിറ്റി കാണിക്കുക എന്നുള്ളതാണ്. എല്ലാ പ്രൊഡക്റ്റും ഒരുപോലെ ഇരിക്കണമെന്നില്ല, പലതും പല രീതികളിലായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു സർക്കാസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നസീർക്ക നന്നായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. തമാശയുടെ ഒരു കുറവ്, നിങ്ങൾ ആർട്ടിസ്റ്റുകൾ 3 പേരും നല്ലോണം ചെയ്യുന്നവരാണല്ലോ. അപ്പം തമാശയും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടതിൻ്റെ ഇരട്ടി ഗുണം ഉണ്ടാവും അതിന്. ആ ഒരു കുറവാണ്. കാര്യം നല്ലപോലെ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ എപ്പോഴും നല്ല കൗണ്ടറൂടെ തപ്പിയെടുക്കാനായിട്ട് ശ്രമിക്കണം. നമുക്കൊരു ഒരു റേഞ്ച് ഉണ്ടല്ലോ, ആ റേഞ്ചിൽ നിന്ന് താഴെ വരാതെ മേളിലേക്ക് കയറാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതേപോലെ ഒന്ന് ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. ആ കൊല തന്നെ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു പോയി. അത് ഇവനാണ് എടുത്തതെന്നുള്ള അറിയാം. നമ്മളൊരു ടൈം ഒന്ന് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്കതൊരു ബോറായിട്ട് ഫീൽ ചെയ്യും. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനങ്ങളോടെ ചേർത്ത് കൗണ്ടറുകളാക്കി മാറ്റുകയാണെങ്കിൽ ആ സാധനം വേറെ ലെവലിലേക്ക് പോയേനെ. ഇത് മോശമാണെന്നല്ല, തമാശയുടെ ഒരു ചെറിയ കുറവുണ്ടായിരുന്നു, അത് മാത്രമേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം തമാശകൾ ഉണ്ടാക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ചേട്ടാ അത്യാവശ്യം നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ പോലെ ശ്യാമും സുധീഷൊക്കെ വന്ന് അല്ലെങ്കിൽ സിന്ധുവൊക്കെ വന്ന് സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അതിനൊത്തങ്ങൾ വളർന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് നമ്മുടെ ശ്യാമിനെ കുറിച്ച് പറയുമ്പോൾ ശ്യാം ഏത് ക്യാരക്ടർ കിട്ടിയാലും അല്ലെങ്കിൽ ആ ഒരു സ്കിറ്റ് വിജയിപ്പിക്കാൻ വേണ്ടി എത്ര തെറ്റിപ്പോയാലും പിന്നെ അതിനകത്തൊന്നും കോൺഷ്യസ് ആവാതെ നന്നായിട്ട് ചെയ്യുന്ന. കാരണം സെൽവൻ്റെ സ്കിറ്റിലും നമ്മൾ കണ്ടിട്ടുണ്ട്, എത്ര ഇത്തിരി നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാലും അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കാതെ നേരെ പിന്നെ തിരികെയും ആ സ്കിറ്റിലേക്ക് വരാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ഒരാളാണ്. കാരണം അതിനകത്ത് നോക്കാറേ ഇല്ല. ഇതിനകത്ത് ഗ്രാൻഡായിരുന്നു. കാരണം തമാശ ഇത്തിരി കുറവാണെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ച സംഭവം തളർത്തിക്കളയാതെ നല്ല കടകടാന്ന് ചെയ്യണമെന്നുള്ള സംഭവം അത് 3 പേര് നല്ല കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്യാമിൻ്റെ കാര്യത്തിൽ ശ്യാമ എപ്പോൾ വന്നാലും നല്ല ഗ്രാൻഡായിട്ടേ ചെയ്യാറുള്ളൂ. അടുത്ത പ്രാവശ്യം ഇപ്പം ഇത് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവുകൾ നികത്തി അടുത്ത പ്രാവശ്യം ഗംഭീരമാക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ആരാണ് ആദ്യം മാർക്ക് കൊടുക്കുന്നത്? ഞാൻ കൊടുക്കാം. ചേട്ടാ ഞാനൊരു 10,000 രൂപ കൊടുക്കാം. 10,000 രൂപ. നസീർക്ക? ഞാനൊരു 12,000 രൂപ കൊടുക്കാം. 22,000 രൂപ ടോട്ടൽ. അയച്ചോ ടോട്ടൽ എമൗണ്ട് 40,000 രൂപ. ഓക്കെ, അടുത്തതിൽ നമുക്ക് ഉഷാറായിട്ട് പിടിക്കാം. ഓക്കെ ശ്യാം? ഓക്കെ ചേച്ചി. അപ്പോ പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ സമയം കഴിഞ്ഞു. നമുക്ക് ഇന്നങ്ങോട്ട് പോവാം. അടുത്ത എപ്പിസോഡ് ഇതിലും നല്ല സ്കിറ്റുകളും ചിരികളുമായിട്ട് തിരിച്ച് പിന്നെയും കണ്ടുമുട്ടാം. ഓക്കെ, അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.